താങ്കൾ ഏതാണ്ട് 20 വർഷത്തിന് ശേഷമാണ് അമ്മയിലേക്ക് ഈ മലയാളം മൂവി ആർട്ടിസ്റ്റിന്റെ അസോസിയേഷനിലേക്ക് തിരിച്ചു പോകുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം പോയി. ഇത്തവണ ഈ മന്ത്രിയായതിനു ശേഷമുള്ള വിശാലമായ സ്വീകരണം ഉണ്ടായിരുന്നു. ആ സമയത്ത് കുറേയേറെ വിശാലമായ സ്വീകരണമൊന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യവും ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. ഇല്ല, സ്വീകരണം എന്ന് പറയുന്നത് അവർക്ക് സന്തോഷമാണ്. കാരണം എൻ്റെ ഒരു പദവി എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പദവി പോലെയാണ് അവർ കരുതിയത്. അല്ലെങ്കിൽ ഒരു മെജോറിറ്റിയുടെയെങ്കിലും പദവിയാണ്, അവർക്കും കൂടി കിട്ടിയ നേട്ടമാണ് എന്ന് അവർക്ക് തോന്നി. അതിൻ്റെ ആഘോഷം ഉണ്ടായി, അത്രയേ ഉള്ളൂ. അസോസിയേഷനുമായിട്ട് അന്നുണ്ടായിരുന്ന ഡിഫറൻസസ് ഒക്കെ അല്ല, അതെല്ലാം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അത് ഡിഫറൻസസ് അല്ല, അതൊരവസ്ഥയാണ്. ആ അവസ്ഥ അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ അവസ്ഥ അങ്ങനെ നിൽക്കുമ്പോഴും 98-ന് ശേഷം ഞാൻ അവരുടെ എല്ലാ ഡെലിബറേഷൻസിലും പങ്കെടുത്തിട്ടുണ്ട്. അതിനകത്തൊരു ഫാക്ഷനിസം ഉണ്ടായി. ഇപ്പോൾ ഇത് രണ്ടായിട്ട് ക്രാക്കാവും. അത് ഹെഡ് ചെയ്യുന്നത് പുറത്ത് ആദ്യം ഇറങ്ങിപ്പോയ സുരേഷ് ഗോപി ആയിരിക്കും എന്ന് പറഞ്ഞിടത്ത് ഞാൻ നേരെ പോയി മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും കൂടെ നിന്നു. അവിടെ അത് നശിപ്പിച്ചു. 2004 ചേംബറുമായിട്ടുള്ള യുദ്ധം വന്നപ്പോൾ ആരൊക്കെ പോയി അങ്ങോട്ട് പോയവരൊക്കെ മോഹൻലാലിനെ വെച്ച് പടം ചെയ്യുന്നവരെ. Get my point. This is not subject to criticism or subject for criticism. സംഭവിച്ചാണ്. ഞങ്ങളത് കഴിഞ്ഞുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, ഇടക്കാലത്ത് സിനിമ ഇല്ലാതിരുന്ന സമയത്ത് മമ്മൂട്ടിയോ മോഹൻലാലോ എന്നോട് വിളിച്ച് സിനിമ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ദിലീപ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞില്ല. എന്നെ അങ്ങനെ ആരും വിളിച്ചിട്ടൊന്നുമില്ല. ആകെ വിളിച്ചത് ദിലീപാണ് എന്നേ പറയാനുള്ളൂ. പിന്നെ ആ പേര് പറഞ്ഞു. താങ്കൾ എന്താ എല്ലാത്തിലും ഒരു കൊണഷ്ടി കയറ്റാൻ നോക്കുന്നു. ഇല്ല, പേര് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞതാണ്. എന്നെ അങ്ങനെ ആരെങ്കിലുമൊക്കെ വിളിക്കുമായിരുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം എന്നാണ് എൻ്റെ ഓർമ്മ. ഇല്ല, അങ്ങനെ ആരും വിളിക്കാതെ. ദിലീപ് വിളിക്കുമായിരുന്നു കേട്ടോ. വിളിച്ചേട്ടാ പടം ചെയ്യണം, ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല, തൈര് നിർത്തണം, ഞാൻ നല്ല അടിയാൻ വെച്ച് വരും, വീട്ടിൽ വന്നിട്ട് ചേച്ചി എടുത്ത് കൊടുക്കും, ഞാൻ ഇപ്പോൾ പറയാം. അങ്ങനെയൊക്കെ ഒരു ഇടപെടൽ അതേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ആരെങ്കിലും വിളിച്ചില്ല, അവർ വിളിച്ചു, അങ്ങനെയുള്ള എനിക്കതൊന്നും കംപ്ലൈൻ്റ് അല്ല. എൻ്റെ നിങ്ങൾ ചോദിച്ചു, അതിന് ഞാൻ മറുപടി പറഞ്ഞു, അത്രേ ഉള്ളൂ. കുറച്ച് കുറേ ഉണ്ട് കാര്യങ്ങളൊക്കെ, കുറേ ഉണ്ട്. പുസ്തകം എഴുതുമ്പോൾ എഴുതാം. അറിയത്തില്ല. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലും അങ്ങനെ ഒരു ട്രെൻഡ് ഇല്ലേ? ലൈക്ക് നിങ്ങൾ സൂപ്പർ സ്റ്റാർസിന്റെ മക്കള്. ഞാൻ ചോദിക്കുന്ന ഈ സൂപ്പർ സ്റ്റാർസിന്റെ മക്കൾ അങ്ങാണ് ആരുടെയെങ്കിലും ചാൻസ് പോയി തട്ടി തെറിപ്പിച്ച് കയറി? അങ്ങനൊന്നും ഇല്ലല്ലോ. പിന്നെ എൻ്റെ മകന് വേണ്ടി ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറെ ഞാൻ വിളിച്ചിട്ടുണ്ടെന്ന് ഒന്ന് സ്ഥാപിക്കും, ഞാൻ എല്ലാം അവസാനിപ്പിച്ച് വീട്ടിൽ പോവാം. അവിടെയല്ലേ നെപ്പോട്ടിസം വർക്കാവുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ 99 എന്നുള്ള നമ്പറൊക്കെ നിങ്ങൾ എത്ര കണ്ട് വെട്ടിക്കുറയ്ക്കും? ഒരു 99നെ കുറിച്ച് പറഞ്ഞില്ലേ നേരത്തെ? അതിനകത്ത് എത്ര നമ്പർ വെട്ടിക്കുറയ്ക്കും നിങ്ങൾ? ടെൽ മീ. യു ഓ ആൻ ആൻസർ. അത് നെപ്പോട്ടിസം അല്ലേ? അത് ഹിന്ദുയിസം ഐഡിയോളജിയെ മാത്രമേ എതിർക്കത്തുള്ളൂ. സ്ക്രീനിൽ കാണാൻ വളരെ ഇഷ്ടമാണെന്ന് ഇന്റർവ്യൂവിൽ പറഞ്ഞു കേൾക്കാറുണ്ട്. ചില റോൾസ് കാണുമ്പോൾ അത് ഈ പത്രം, കളിയാട്ടം, കമ്മീഷണർ, കുട്ടപ്പായി, ചില സീൻസ് കാണുമ്പോൾ, അതായത് സ്ഥിരം എന്നെ സിനിമയിൽ കാണുന്നതല്ലാത്ത രീതിയിൽ കുട്ടപ്പായിൽ ഒരുപാട് സീക്വൻസസ് ഉണ്ട്. വാഴുന്നോർ, കുട്ടപ്പായി അല്ല, വാഴുന്നോർ, ആ സിനിമയിലെ കഥാപാത്രത്തിൻ്റെ പേരായിപ്പോയി. അതൊക്കെ കാണുമ്പോഴത്തേക്കും ശരിക്കും ഭയങ്കര നമുക്കൊരിഷ്ടം തോന്നുക എന്ന് പറയത്തില്ലേ, അത് തോന്നും. അത് വരും. പാപ്പനിൽ ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട് അങ്ങനെ ഭയങ്കര. പ്രത്യേകിച്ച് ശരിക്കും സീക്വൻസ് എഴുതി വച്ചിരുന്നത്, നീ നിൽക്ക്, നിൻ്റെ ഇൻവെസ്റ്റിഗേഷനൊക്കെ കഴിഞ്ഞോന്ന് ചോദിച്ചിട്ട് മോളെ വിടുന്നുണ്ടല്ലോ, വിടുന്ന സമയത്ത് അവൾ പോകുമ്പോൾ ശരിക്കും എഴുതി വെച്ചിരുന്ന സീക്വൻസിൽ, നീ നിൽക്ക്, നിനക്ക് ഇഷ്ടപ്പെട്ട കാപ്പി ഞാൻ ഉണ്ടാക്കിത്തരാം എന്ന് പറയുന്ന. അപ്പോൾ ഇവൾ തിരിച്ച് പറയുന്ന, ഇല്ല കാപ്പി കുടിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, ഇനി ഒരു 6 മാസത്തേക്ക്.
അപ്പോഴത്തേക്കും അപ്പൂപ്പനാവാൻ പോകുന്നു എന്നുള്ള ഒരു, പക്ഷേ അത് ഈ കഞ്ഞി എടുക്കട്ടെ എന്ന് ചോദിക്കുന്നത് ഭയങ്കര തിരിച്ചടിയായതുകൊണ്ട് ജോഷിഷ്ടം പറഞ്ഞത് അത് വേണ്ട, അത് മാറ്റി, കാപ്പിയൊന്നും വേണ്ട എന്നുള്ളത്. ഇവള് നടന്നു പോയിട്ട് തിരിച്ച് ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് വന്നിട്ടാണ്. പാപ്പന് സന്തോഷമാവുന്ന ഒരു വാർത്തയുണ്ട്, ഒരു വിശേഷമുണ്ട്, നോക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ ആ സീൻ എനിക്കിപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് കണ്ണ് നിറയും. ഒരു പഴയ കഥ വായിച്ചിട്ടുണ്ട്, താങ്കളും മമ്മൂട്ടിയുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അത് ശരിയാണോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്. അയ്യോ, യു ആർ ഡിഗ്ഗിങ് ദ ഗ്രേവ് മാൻ. നോ നോ, ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റിംഗ് ഫോർ മീ. അതൊക്കെ എല്ലാവർക്കും ഉണ്ട്. അത് മോഹൻലാലിനും ഉണ്ടാവും, മമ്മൂട്ടിക്കും ഉണ്ടാവും, മുരളിച്ചേട്ടനും ഉണ്ടാവും. മുരളിച്ചേട്ടൻ ഇന്ന് ജീവനോട് ഇല്ലാത്തതുകൊണ്ട് അതൊന്നും പറയാനും കേൾക്കാനും അതൊക്കെ അത് കാരണം ബാധിക്കപ്പെടുന്നവരെല്ലാം രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. തിലകൻ ചേട്ടൻ പറഞ്ഞിട്ടില്ലേ, അതുപോലെയുള്ളൂ. ദാറ്റ് ഈസ് ഡൺ ഇൻഫർമേഷൻ. അതായത് ഈ പപ്പയുടെ ആ സിനിമയാണ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരുമിച്ച് കാറിലാണ് വന്നത്. കാറുണ്ട്, ഇദ്ദേഹം ഭയങ്കര സ്പീഡിലാണ് ഓടിക്കുന്നത്, താങ്കൾ അതിനകത്തിരുന്ന് സ്പീഡ് കുറയ്ക്കാനായിട്ട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്? അല്ലല്ല, അത് വണ്ടിയിലിരുന്ന് ഉണ്ടായതാണ്. എന്തായിരുന്നു അത്? അദ്ദേഹത്തിന് കാർ ക്രേസ് ആണ്. അദ്ദേഹത്തിന് ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ലായിരുന്നു, റോഡ് അത്രയ്ക്ക് മോശമായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ അടിവശം അടിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഓ എൻ്റെ ഹൃദയം ഉടഞ്ഞ പോലെ. ഞാൻ പറഞ്ഞു, കാറിന് ആത്മാവുണ്ട്. ആണോ? കാറിന് ഒരു ബുക്കുണ്ട്, തിലകൻ ചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ലവ് യുവർ കാർ, ഒരു പുസ്തകമുണ്ട്, അതൊന്ന് വായിക്കണം. വണ്ടി ചവിട്ടി നിർത്തി, നീ ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ലവ് മൈ ഓട്ടോ, ലവ് മൈ ബസ് പറയുന്ന എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ അതിൽ കയറി അങ്ങ് റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ മതി, മദ്രാസ് മെയിൽ അങ്ങ് പോകും. അപ്പോൾ പുള്ളിയുടെ ടാർഗറ്റ് അതായിരുന്നു, മദ്രാസ് മെയിലിന് എത്തുക എന്നുള്ളതായിരുന്നു. പിന്നെ അതൊക്കെ എത്തിക്കും.